ഹലോ, അസ്സാം വലൈക്കും. അല്ലൂസ് ഫാഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഈദിൻ്റെ ഒരു ലോഡ് കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള കളക്ഷനുകളാണ് വന്നിട്ടുള്ളത്. ജോർജറ്റ് മെറ്റീരിയലിലും റയോൺ മെറ്റീരിയലിലും ഒക്കെയുള്ള പല തരത്തിലുള്ള പല പ്രിൻറ്റുകളിലുള്ള പ്ലെയിനായിട്ടുള്ള അങ്ങനെ ഒത്തിരി കളക്ഷനാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഐറ്റങ്ങളൊക്കെയും റീസ്റ്റോക്കും കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്കോ വിളിക്കുന്നവർക്കോ ഒന്നും പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പ് ബാനായി പോയി. വാട്സപ്പ് ബാനായിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ ഓർഡർ ആക്കുന്നവർക്ക് വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് അവർ അതിൽ നിന്ന് ഫോട്ടോസ് വരുമ്പോൾ അതിൽ നിന്ന് ലെഫ്റ്റ് ആവാൻ കഴിയാതെ വരുമ്പോൾ അവർ റിപ്പോർട്ട് അടിച്ച് എക്സിറ്റ് ആവും. അപ്പോൾ റിപ്പോർട്ട് അടിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് എക്സിറ്റ് ആവും. പക്ഷേ ആ ഗ്രൂപ്പിൽ മറ്റെന്തോ ആണ് നടക്കുന്നത് എന്നുള്ള കാരണത്താൽ വാട്സപ്പിന് ആ റിപ്പോർട്ട് ചെല്ലുകയും അത് എൻ്റെ വാട്സപ്പ് ബാനാക്കി വെക്കുകയും ചെയ്തു. ബാനിഡ് എന്ന് പറയുമ്പോൾ ആ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ കഴിയില്ല. നിങ്ങളുടെ വാട്സപ്പിന് ഓപ്പൺ ആക്കാൻ കഴിയില്ല. എനിക്ക് ആ നമ്പറിൽ ഇനി വാട്സപ്പ് എടുക്കാനോ ഉപയോഗിക്കാനോ കഴിയില്ല. അപ്പോൾ ഒരുപാട് പേര് നാളുകൾ കൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന നമ്പറാണ്. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അഡ്രസ്സ് അയച്ച് പേയ്മെൻറ്റ് ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പേയ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ആരാണ് ചെയ്തതെന്നോ എന്തിനാണ് ചെയ്തതെന്നോ അറിയാൻ പോലും പറ്റാത്ത രീതിക്ക് പേയ്മെൻറ്റുകൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വാട്സപ്പ് പോയതോടുകൂടി എല്ലാ ഡേറ്റകളും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ നമ്പർ എടുത്ത് പിന്നെ അതിൽ വാട്സപ്പ് തുടങ്ങി എൻ്റെ ഡേറ്റ എല്ലാം അതിൽ കളക്ട് ചെയ്ത് വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കും ഒന്നും പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ റീഫണ്ട് കൊടുക്കാനുള്ളവരും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെയും ഒത്തിരി ബുദ്ധിമുട്ടായി. ഞങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോൾ ഇനി പുതുതായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡ്രസ്സാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇങ്ങനെ കണ്ടിന്യൂസ്ലായിട്ട് കോളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോൾ ചെയ്താൽ എടുത്ത് ഓർഡർ ആക്കാൻ കഴിയില്ല. ഒരാളൊരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇന്ന വീഡിയോയിൽ കണ്ട ഇന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ചുമന്ന കളർ ഡ്രസ്സ് അല്ലെങ്കിൽ മഞ്ഞ കളർ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഡ്രസ്സെന്ന് അറിയാൻ കഴിയില്ല. ഒത്തിരി ഡ്രസ്സുകൾ വരുന്നതുകൊണ്ട് ഏതാണ് ആ ഡ്രസ്സെന്ന് അറിയാനേ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സൈസ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ കളറ് അതെല്ലാം നിങ്ങൾ വാട്സപ്പിൽ ഫോട്ടോ ആയിട്ട് ഒരു ഡേറ്റ് ആയിട്ട് അയച്ച് തന്നാൽ മാത്രമേ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ഓർഡർ ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ്, പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇതൊന്നും ഫോൺ വിളിച്ച് പറഞ്ഞ് എഴുതിയെടുത്ത് ഓർഡർ ആക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കൂടുതൽ പേരും വിളിക്കുകയാണ് ചെയ്യുന്നത്. വിളിച്ചിട്ട് ഇന്ന ഡ്രസ്സ് വേണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഓർഡർ ആക്കാൻ കഴിയില്ല. അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ അതിലുള്ള ഒന്നും വഴിയും ഓർഡർ എടുക്കുന്നില്ല. വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത്. അതുപോലെ ഗ്രൂപ്പിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റായി പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം, നിങ്ങളെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരിതിൽ മാത്രമേ നിങ്ങൾ എക്സിറ്റ് കൊടുക്കാവൂ. റിപ്പോർട്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കയറി റിപ്പോർട്ട് അടിച്ച് പോയുമ്പോൾ ആ ഗ്രൂപ്പ് ബാനായി പോകാനും ആ വാട്സപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. 2 പ്രാവശ്യം എനിക്ക് ബാൻ ആയതായിരുന്നു മുന്നേ. അത് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോഴും അതിൽ തന്നെ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അതിലിടുന്നുണ്ട്. അപ്പോൾ ഇനി പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ട് ഒരു റിപ്ലൈയും കിട്ടുന്നില്ല എന്ന് കരുതി ഈ വീഡിയോയിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വരുന്നവർ ബുക്ക്ഡ് സ്റ്റിക്കർ എന്നുള്ളൊരു പേയ്മെൻറ്റ് ചെയ്തിട്ട് ബുക്ക്ഡ് സ്റ്റിക്കർ എന്നുള്ളൊരു സ്റ്റിക്കർ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഓർഡർ ബുക്കിംഗ് ആണ് എന്നുള്ളതിൻ്റെ ഒരിത്. ആ ഒരു സ്റ്റിക്കർ കിട്ടാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും ഡ്രസ്സിൻ്റെ ഫോട്ടോയും കൂടി ഒന്ന് വാട്സപ്പ് ചെയ്യണം. അപ്പോൾ ബുക്കിംഗ് ആക്കാൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ബുക്കിംഗ് ആക്കും. അതല്ലാന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്തു തരും. ഞാനിടുന്ന വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതെല്ലാം ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കണം. കൂടാതെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുകയും വേണം. ഇതിന് ഇനി 1-2 ദിവസം കൂടിയൊക്കെ ആയിരിക്കും ഓർഡർ എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഒരു ശനിയാഴ്ച വൈകിട്ടിന് മുന്നേ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന രീതിക്ക് ഉള്ളത് മാത്രമായിരിക്കും നാളെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ അത് ഇതിന് വേണ്ടി ഓർഡർ ആക്കുന്നവർ ഇതിന് കിട്ടോ ഇല്ലയെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇനി തൊട്ട് ഓർഡർ എടുക്കണം.
ഇതിന് കിട്ടും എന്ന് പറഞ്ഞ് പലരും ഓർഡർ എടുക്കുന്നുണ്ട്. പക്ഷേ ശനിയാഴ്ച 4 മണിക്ക് ഒരു 5 മണിക്ക് മുന്നേ നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞായറാഴ്ച അവധിയാണ്, പിന്നെ തിങ്കൾ പെരുന്നാളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മാക്സിമം 3 ദിവസവും 4 ദിവസമെങ്കിലും DTDC വഴിയാണെങ്കിൽ പോലും അവിടെ എത്താനായിട്ട് സമയമെടുക്കും. പിന്നെ അതും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു പക്ഷേ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പെൻഡിങ് ആയി പോയാൽ ഒക്കെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുകയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുകയും വേണം. ഇത്രയും ദിവസത്തെ ഈ ഒരു ഇഷ്യൂവിൽ പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇനിയും ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ ആരുടെ ഗ്രൂപ്പിലും കയറി റിപ്പോർട്ടൊന്നും അടിച്ച് എക്സിറ്റ് ആവാതിരിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് റിമൂവ് ചെയ്യാൻ പറയണം. അതല്ലെങ്കിൽ എക്സിറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എക്സിറ്റ് ആവണം.